സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിലെ ചാനൽ മുതലാളിമാരുടെ ക്രിസംഗികളുടെ അവർ സംഘപരിവാറുകാരുടെ, അതായത് കേരളത്തിൽ നടക്കുന്ന ചാനലുകളിൽ ഏറ്റവും കൂടുതൽ സംഘപരിവാറുകാരും ക്രിസംഗികളുമാണ് നടത്തുന്നത്. അതിൻ്റെ നേതാവാണ് ഷാജൻ സ്കറിയ. ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി, നിഷ്പക്ഷമതിയാണ്, ജേർണലിസം പഠിച്ച ആളാണ്, ആരെയും താങ്ങുന്നവനല്ല, മറ്റതാണ് മറിച്ചതാണ്. ശരി, ആയിക്കോട്ടെ. ഇപ്പോൾ അടുത്ത് ഇസ്രായേലിൽ പോയിട്ട് വന്നു. അതിനുശേഷം എല്ലാ ദിവസവും ഒരു വീഡിയോയെങ്കിലും ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ ഒരു വീഡിയോയെങ്കിലും അദ്ദേഹം ഇടാതെ ഉറങ്ങാറില്ല. അദ്ദേഹത്തിന് ഉറക്കം വരില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നെടുമങ്ങാട്ടെ പ്രശ്നമാണ്. നെടുമങ്ങാട് SDPഐയും DYFI മാർക്സിസ്റ്റ് പാർട്ടി, യുവജന സംഘടന DYFIയും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ചെറിയ ഒരു ഉരസലുണ്ടായി. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉരസലും അടിയും അതും ഇതുമൊക്കെ ഉണ്ടാവുന്നത്, അക്രമമൊക്കെ ഉണ്ടാവുന്നത് നാട്ടിൽ സ്ഥിരമായുള്ള പരിപാടിയാണ്. നേരത്തെ RSSകാർ കേരളത്തിൽ ആവശ്യം പോലെ ആളുകളെ കൊന്നിട്ടുണ്ട്. മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്, CPMകാരെ കൊന്നിട്ടുണ്ട്, CPIക്കാരെ കൊന്നിട്ടുണ്ട്, കേരള കോൺഗ്രസ്സുകാരെ ഒന്നും കൊന്നിട്ടതായിട്ട് പിന്നെ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല അങ്ങനെ ഒരു ചരിത്രം. എന്തായാലും ശരി. അപ്പോൾ അവർക്ക് ഇപ്പൊ പറയാൻ പറ്റിയതെന്ന് പറയുന്നത് SDPI എന്ന് പറയുന്നത് അതിന്റെ നേതൃസ്ഥാനത്തൊക്കെ മുസ്ലിങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ SDIP എന്ന് പറയുന്ന ഒരു ബാക്കിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ ഇന്ത്യയിലെ വ്യവസ്ഥാപിക നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിലെ നേതാക്കന്മാർ മുസ്ലിങ്ങളായതുകൊണ്ട് ഷാജൻ സ്കറിയയ്ക്ക് സഹിക്കുന്നില്ല. അവിടെ ഇപ്പൊ നെടുമങ്ങാടത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സ് ബോർഡ് SDPIയുടെ CPMകാരോ അല്ലെങ്കിൽ DYFIക്കാരോ നശിപ്പിച്ചു. അത് ചോദ്യം ചെയ്ത് അങ്ങനെ പ്രശ്നമുണ്ടായിട്ട് ഒരു CPMകാരന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുള്ള അടിയപിടിയ ഉണ്ടായി. അപ്പോൾ അത് അവിടെ വെച്ച് ആ പ്രശ്നം അങ്ങ് തീർക്കണമായിരുന്നു. അത് കേരളത്തിലെ മീഡിയകളെ അറിയാമല്ലോ. അതായത് ക്രിസംഖ്യയിലും സംഘപരിവാറുകാരും കാത്തിരിക്കുകയാണ് എങ്ങനെ ഏത് നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അതിനെ എങ്ങനെ കുത്തിത്തിരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉദ്ദേശവും വെറുപ്പും കലർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അവരെ മോശക്കാരാക്കി ഒരു പാർട്ടിയെ ഉയർത്തിക്കാട്ടി വേറൊരു കാലത്തെ താഴ്ത്തി കെട്ടി അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുളവാക്കുന്ന രീതിയിൽ അവര് പ്രശ്നങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ആദ്യമായിട്ട് SDPIയുടെ ഒരു ആംബുലൻസ്, അതൊന്നും ഷാജൻ സ്കറിയ പറയുന്നില്ല ഈ വീഡിയോയിൽ. SDPIയുടെ ആംബുലൻസ് രാത്രി 12 മണിക്ക് ശേഷം വന്ന് മുഖം മൂടി ധരിച്ചു വന്ന് അത് അടിച്ചു പൊട്ടിച്ചു. പരസ്യമായിട്ടാണ്. മുഖംമൂടി ധരിച്ചിട്ടുണ്ട്, ആരാണെന്ന് അറിയത്തില്ല. അതുപോലെ SDPIക്കാരൻ്റെ ഒരു ഭാരവാഹിയുടെ, നെടുമങ്ങാട് താലൂക്കിന്റെ ഭാരവാഹിയുടെ വീട്ടിലും പോയി കല്ലെറിഞ്ഞ്. അതൊക്കെ CCTVയിൽ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് അവിടെ ഒരു അയാളുടെ ഭാര്യയെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവർ ഭയവിഹുലരായി വിളിച്ചു കൂട്ടുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം DYFIയുടെ വക ഒരു ആംബുലൻസ്. ഈ ആംബുലൻസ് എന്ന് പറയുന്നത് തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അതായത് തീരെ നിവർത്തിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാനോ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലാഭച്ചേ കൂടാതെ, ചിലപ്പോൾ പൈസ പോലും വാങ്ങാതെ അവരുടെ കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ച് സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു ഇതാണ് ആംബുലൻസ്. രണ്ടുപേരും SDPIയും നടത്തുന്നുണ്ട്, CPM നടത്തുന്നുണ്ട്. ഇനി RSSകാരും ബാക്കി ആരെങ്കിലും നടത്തുന്നതാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അതിനെപ്പറ്റി നമുക്ക് സൂചന ഇല്ല. ഇപ്പോ എന്തായാലും SDPIയുടെ ആംബുലൻസ് അടിച്ചു പൊട്ടിച്ച്, മറ്റേ അയാളുടെ വീടും അടിച്ചു പൊട്ടിയതിനു ശേഷം രാത്രി DYFIയുടെ ആംബുലൻസ് കത്തുന്നു. ആരാണ് കത്തിച്ചതെന്ന് കാണുന്നില്ല. അപ്പോൾ അത് ചിലപ്പോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി RSSകാർ തന്നെ ചെയ്യുന്നതാവാം, പറയാനൊക്കില്ല. അപ്പൊ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും DYFIയും ഇന്നാര് കത്തിച്ചു എന്ന് പറഞ്ഞില്ല.
അതിലാണ് ഷാജി അസ്കറിയാക്കി വിഷമം. അതായത് ഇന്നാര് കത്തിച്ചു, SDP ആണ് കത്തിച്ചതെന്ന് RSSകാരും പിന്നെ BJP സംഘപരിവാർ ശക്തികളും ക്രിസംഖികളും കൂടെ അങ്ങ് പറഞ്ഞുണ്ടാക്കുകയാണ്. എന്നിട്ട് SDP നേരിടാനുള്ള കഴിവില്ല CPM-നും DYFIക്കും എന്ന് പറഞ്ഞ് അവരെ ഇകഴ്ത്തിക്കിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ. എങ്ങനെയുണ്ട്? അപ്പോൾ അവർ വെറുതെ ഇരിക്കും? എങ്ങനെയെങ്കിലും അവിടെ ചൂട് പിടിപ്പിക്കണം, അവിടെ വിപ്ലവം ഉണ്ടാക്കണം, അതിൽ നിന്ന് എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കാൻ ഒക്കുമോ എന്നാണ് ഷാജി അസ്കറിയായും ഇവനെയെല്ലാം പിന്താങ്ങുന്ന സംഘപരിവാറും കാസയും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും അത് കെട്ടടങ്ങി അവിടെ പ്രശ്നമില്ലാതെ ഒത്തീർപ്പായി മുന്നോട്ട് പോകുന്നു. അതിലാണ് ഇപ്പൊ സഹിക്കാൻ വയ്യാത്തതാണ് ഷാജി അസ്കറിയാക്ക്. അപ്പോ SDP-യെ ഭയന്നാണ് CPM അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കാസയും സംഘപരിവാറും വേറെ പറയുന്നുണ്ട്, അവർ രാഖി വാങ്ങിക്കാനായിട്ട് ഓടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതായത് അവർ സംഘപരിവാർ പോലെ ആയെന്നാണ്. എന്താണ് നാട്ടില് ഏതെല്ലാം തരത്തിലാണ് വെറുപ്പും വിദ്വേഷവും ഇവർ പ്രചരിപ്പിക്കുന്നത്? എങ്ങനെയാണ് ആളുകൾ തമ്മിൽ അക്രമവും പിന്നെ കൊള്ളയും കൊള്ളിവെപ്പും നടത്തേണ്ടത് എന്നവർ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ SDP-ക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു ചെയ്യണം, ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഇവർ വേണമെങ്കിൽ കൂടെ പോവുകയും ചെയ്യും. അപ്പോൾ തിരിച്ചടിച്ച് അവിടെ ആവശ്യമുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. എന്തായാലും ശരി, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും പിന്നെ പിന്നെ ശേഷം വരുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് സംഘപരിവാർ ശക്തികളും ഇവിടെയുള്ള ക്രിസംഖികളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ വിപ്ലവവും ഇവിടെ വർഗീയ ലഹളയും ഏതെല്ലാം തരത്തിൽ ഉണ്ടാക്കാനൊക്കും അതിനവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മതേതരത്തിൽ വിശ്വസിക്കുന്ന ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന CPM ആയിരുന്നാലും ശരി, SDP ആയിരുന്നാലും ശരി, കോൺഗ്രസ് പാർട്ടി ആയിരുന്നാലും ശരി, മുസ്ലിം ലീഗ് ആയാലും CPI ആയിരുന്നാലും ശരി, നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം. കാരണം ഇവരെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. ഇവർ നാടിനെ ഒറ്റുകൊടുക്കും. അവർ ദേശദ്രോഹികളാണ്, രാജ്യദ്രോഹികളാണ്. അറിയാമല്ല, നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവന് പൂമാലയിട്ടവരാണ്. എന്നിട്ട് രാഷ്ട്രപിതാവിന്റെ പ്രതിമയുണ്ടാക്കി അതിൽ വെടിവെച്ച് കളിക്കുന്നവരാണ് ഈ സംഘപരിവാർ ശക്തികൾ. അതിനെ താങ്ങുന്നവരാണ് ഈ ക്രിസംഖികൾ. അപ്പൊ അവരുടെ അജണ്ടകള് ഇവിടെ നമ്മുടെ കേരളത്തില് സംസ്കാര സമ്പന്നരായ മതേതര വിശ്വാസികളായ ഈ നാട്ടില് അന്തസ്സോടെ അഭിമാനത്തോടെ സൗഹൃദത്തില് ജനങ്ങൾ സ്നേഹിച്ചും പരസ്പരം പിന്നെ എന്താണ് അവരവരുടെ സുഖദുഃഖങ്ങൾ പങ്കിട്ടും കഴിഞ്ഞു കൂടിയ ഒരു ജനസമൂഹമാണ് കേരളത്തിലിത്. വേറുള്ള രാജ്യങ്ങളിൽ നിന്ന്, വേറുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായവരാണ് കേരള സമൂഹം എന്ന് പറയുന്നത്. എന്തായാലും ശരി, നമ്മൾ വളരെയധികം കരുതലോടെ ഇരിക്കണം. ഇങ്ങനെയുള്ള വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ പറയും നിഷ്പക്ഷമതികളാണെന്ന് പറയും. അവരെന്താണ് നിഷ്പക്ഷമതികൾ? ഇങ്ങനെയാണ്. അതായത് ഏത് തരത്തിലും കുഴപ്പം ഉണ്ടാക്കുക, നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കുക, നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കുക, ആളുകളെ തമ്മിൽ അടുപ്പിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാശക്തിയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്ന ബ്രിട്ടീഷുകാരൻ ഇന്ത്യ കൈയടക്കുന്നതിന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ കഴിയും. മുഗളന്മാരുടെ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഇന്ത്യ ആയിരുന്നു. ആ ഇന്ത്യയെ മുച്ചൂടം മുടിച്ച് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ഇറക്കി ഇവിടെയുള്ള എല്ലാം കൊള്ളയടിച്ച് ഇംഗ്ലീഷുകാർ കൊണ്ടുപോയത് മാത്രമല്ല, അവർ ഇന്ത്യയെ രണ്ടാക്കി കയ്യിലേക്ക് കൊടുത്തു. ഇവിടുത്തെ പ്രബല സമുദായങ്ങളായ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അവർ അടുപ്പിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി രണ്ട് രാജ്യം ഉണ്ടായി. ഓക്കെ, കുഴപ്പമില്ല, എന്നാലും വേണ്ടില്ല. ഒരു രാജ്യം അങ്ങനെ അങ്ങ് പോയി, അത് നല്ലത്. വേറൊരു രാജ്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ജനാധിപത്യ മതേതരത്വ രാജ്യമായി നമ്മൾ കണ്ടു. പിന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇസ്ലാമിക രാജ്യമായി പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. അതിപ്പോ ഒരു രാജ്യങ്ങൾ ഇപ്പൊ സോവിയറ്റ് യൂണിയൻ പണ്ടത്തെ വലിയ രാജ്യമായിരുന്നു, അതിൽ നിന്ന് എത്രയോ രാജ്യങ്ങളുണ്ടായി. അപ്പൊ അതുകൊണ്ട് അതിൽ നമുക്ക് വിഷമമില്ല, പോയത് നന്നായി എന്ന് കണക്കാക്കുക. എന്നിട്ട് അവസാനം വരെയും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി കാശ്മീരിനെ ആർക്കും കൊടുക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അവര് തമ്മിൽ അടിച്ചോട്ടെ, അടി അങ്ങനെ അവന്മാർ തമ്മിൽ നടക്കണം എന്ന് കണക്കാക്കി പോയി. അതായത് ഡിവൈഡ് ആൻഡ് റൂൾ. അതേ റൂള് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാസയും ക്രിസംഖികളും കാണിക്കുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളും പിന്നെ ഹിന്ദുക്കളും എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ
പിന്നെ RSSകാർ സംഘപരിവാർ പറഞ്ഞു അവർ അളിയനും മച്ചമ്പിയാണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരിമാരെയും മക്കളെയൊക്കെ കെട്ടിച്ചു കൊടുക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ അത് തിരിച്ച് അങ്ങോട്ട് പോയി കെട്ടുമ്പോഴാണ് നിങ്ങൾ വിവരം അറിയുന്നത്. അപ്പൊ മനസ്സിലാക്കാനുള്ള ഇതാണ്, കേരളത്തിലെ മലയോര പ്രദേശങ്ങളെല്ലാം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? മലപ്പുറം പാകിസ്ഥാനാണ്. അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭയമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ ഒക്കുള്ളൂ. ആരാണ് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ, ചെറ്റ അങ്ങനെ പറയും. പിന്നെ വേറുള്ളവർ വേറെ രീതിയിൽ പറയും. എന്തായാലും ചെറ്റകളെ കാര്യം പറയണമല്ലോ. PC ജോർജ്, അവന്റെ മകൻ, 2 തെണ്ടികൾ, അവന്മാർ എന്താണ് ചെയ്യുന്നത്? അവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ലവ് ജിഹാദ് ഉണ്ടാക്കുന്നതെല്ലാം അവന്മാർ തന്നെയാണ്. അവന്റെ മകൻ ജഗദീഷ് ശ്രീകുമാറിന്റെ മകളെ പ്രേമം നടിച്ച് കല്യാണം കഴിച്ച് ക്രിസ്ത്യാനിയാക്കി. അവൻ ഒരു പ്രാവശ്യം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞാണ്, എനിക്കതിൽ ഭയങ്കരമായ വിഷമമാണ്. ശരി, വിഷമം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നീ അങ്ങ് ഹിന്ദു മതത്തിലോട്ട് തിരിച്ചു വിട്ടാൽ മതിയല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പൊ നിന്റെ ആ പ്രായച്ചിത്വം ആവുകയും ചെയ്യുമല്ല. എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞോളി. മതം മാറണമെന്ന് നിർബന്ധം എന്ത്? അതിന് അവർ തയ്യാറുമല്ല. അപ്പോ ഇതൊക്കെ ഒരു സൈസ് കാപട്യം, കപടത, വഞ്ചന, ചതിയാണിത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ മലയോര പ്രദേശം കംപ്ലീറ്റ് ഈ ക്രിസ്ത്യാനികൾ വെട്ടിപ്പിടിച്ചതാണ്. അവർ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല. സർക്കാരിന്റെ വനം കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം കേരളത്തിന് എന്തുമാത്രം വനഭൂമി ഉണ്ടായിരുന്നു, ഇപ്പോ എത്ര വനഭൂമിയുണ്ട്? അത് ആരാണ് വെട്ടിപ്പിടിച്ച് കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾ അവർക്ക് പതിച്ചു കൊടുത്തത്? അവർ സംഘടിത ശക്തിയാണ്. അവർ പറയും മുസ്ലിങ്ങൾ സംഘടിത ശക്തിയാണ്, അവർ പലതും നേടിയെടുക്കുന്നുണ്ട് സംഘടിച്ച്, ആളുകളെ സമ്മർദ്ദം ചെലുത്തി. മുസ്ലിങ്ങൾ എന്താണ് സംഘടിച്ചത്? പിന്നെ സമ്മർദ്ദം ചെലുത്തി എന്ത് കാര്യമാണ് നേടിയത്? പറയണം, കേരള സമൂഹം പറയട്ടെ. നിങ്ങൾ നോക്കണം, ഒന്നും നേടിയിട്ടില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പണ്ടെല്ലാം സിംഗപ്പൂരിൽ പോകുമായിരുന്നു. അത് ബാക്കി തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തുള്ള ബാക്കി സമുദായക്കാരും പോകുമായിരുന്നു. അതിനുശേഷമുള്ള പോക്കെന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അവർ പൈസക്കാരായി. അവരുടെ മക്കളെ നല്ല നല്ല വിദ്യാഭ്യാസം ചെയ്ത്, അവർ ബിസിനസ് ചെയ്തും അവർ നല്ല നിലയിൽ ഉയർന്ന്, അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യം പോലെ ഉണ്ടാക്കി, അവർക്ക് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിലായി. അതിൽ അസൂയ മൂത്തിട്ട് ക്രിസംഗികളും സംഘികളും വെച്ച് വല്ല കാര്യമുണ്ടാ? അധ്വാനിക്കണം. അവർക്ക് മക്കളുണ്ട്, ആവശ്യം പോലെ മക്കളുണ്ട്. ഇവരെന്താണ് കള്ളും കുടിച്ച് ബോധവും കെട്ട് കിടക്കും. നാട്ടിലുള്ള ഏത് സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കായിരുന്നാലും കുട്ടി